ആലപ്പുഴ ഹരിപ്പാട് വൃദ്ധനെ കൊലപ്പെടുത്തി സ്വർണ്ണക്കവർച്ച. കരുവാറ്റ സ്വദേശിയും 67-കാരനുമായ ശിവൻകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. വീടിനുള്ളിൽ കൈയും കാലും കെട്ടിയിട്ട നിലയിലാണ് മൃതദേഹം കണ്ടത്. 6 പവന്റെ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റാരും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു സംഭവം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നു. സുധീഷ്, ഇന്ന് ചിങ്ങപ്പുലരിയാണ്. അന്ന് ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. വൃദ്ധനെ കൊലപ്പെടുത്തി സ്വർണം കവർന്നിരിക്കുന്നു. കൈയും കാലും കെട്ടിയിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നു. 6 പവന് വേണ്ടി ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? എന്താണ് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യം? സുധീഷ് ഗോപാൽ, വിവരങ്ങൾ. അമൽ, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് കരുവറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശിയായ ശിവൻകുട്ടിയെ ഇത്തരത്തിൽ കൈകാലുകൾ കെട്ടി ഇട്ട നിലയിൽ കൊലപ്പെടുത്തിയ നിലയിൽ കാണപ്പെട്ടത്. ഇത് കാണുന്നത് ഈ ശിവൻകുട്ടിയുടെ ചെറുമകളാണ്. ശിവൻകുട്ടിയുടെ മകളും ഭാര്യയും ആശുപത്രിയിലാണ്. ഈ മകളുടെ പ്രസവത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മകളെ. അത് കാരണം ഈ ശിവൻകുട്ടിയുടെ ചെറുമകളെ ആ കുട്ടിയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ അയച്ചിരുന്നു. ശിവൻകുട്ടി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാനായി ഈ ചെറുമകൾ വീട്ടിലേക്ക് വരുമ്പോൾ കതവടച്ചിട്ടിരിക്കുകയാണ്. തുടർന്ന് അയൽവാസികളുടെ സഹായത്തോടെ കതവ് ചവിട്ടി തുറന്ന് നോക്കുമ്പോഴാണ് മൃതദേഹം കാണുന്നത്. ഇപ്പോൾ ഹരിപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്ന 6 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മോഷണത്തിന് വേണ്ടിയുള്ള ഒരു കൊലപാതകം എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ഫോറൻസിക് പരിശോധന അടക്കം അവിടെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഇതുവരെയും കൊലയാളിയെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഒന്നിലധികം പേരുണ്ടായിരുന്നിരിക്കാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസ് ഇപ്പോൾ അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അമൽ, വ്യക്തമാണ്. ആലപ്പുഴ ഹരിപ്പാടാണ് വൃദ്ധനെ കൊലപ്പെടുത്തി സ്വർണം കവർന്നത്. കരുവാറ്റ സ്വദേശിയും 67-കാരനുമായ ശിവൻകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. വീടിനുള്ളിൽ കൈകാലുകൾ കെട്ടിയിട്ട നിലയിലാണ് മൃതദേഹം കണ്ടത്. 6 പവന്റെ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.